ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയൊരു വലിയ തർക്കം. ആ തർക്കത്തിനിടയിൽ നിന്നാണ് ഒരു ഇതിഹാസ ജീവിതം രൂപപ്പെടുന്നത്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രവാചകന്റെ എഴുതപ്പെടാതെ പോയ ഒരു വിൽപത്രത്തെക്കുറിച്ചാണ്. അതുപോലെ ആ വിൽപത്രത്തിലൂടെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു വലിയ പൈതൃകത്തെക്കുറിച്ചും. ഈ വാക്കുകളിലെ ആ ഒരു വേദന നിങ്ങൾ ശ്രദ്ധിച്ചോ? വ്യാഴാഴ്ചയിലെ വിപത്ത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ സംഭവത്തിന്റെ തീവ്രത മുഴുവൻ ഈയൊരൊറ്റ വാചകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും എന്താണെന്ന് സംഭവിച്ചത്? നമുക്ക് ആ ഒരു രംഗം മനസ്സിലൊന്ന് സങ്കൽപ്പിച്ചു നോക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ മരണത്തിന് കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു പേനയും കടലാസും ആവശ്യപ്പെടുന്നു. എന്തിനാണെന്നറിയാമോ? തന്റെ അനുയായികൾ ഒരിക്കലും വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു വിൽപത്രം എഴുതാനായിരുന്നു അത്. പക്ഷെ ഇവിടെ വെച്ചാണ് കാര്യങ്ങളൊക്കെ മാറിമറിയുന്നത്. ഒരു വശത്ത് തന്റെ അവസാനത്തെ ആഗ്രഹം അറിയിക്കുന്ന പ്രവാചകർ, എന്നാൽ മറുവശത്ത് അതിനെ വളരെ ശക്തമായി എതിർക്കുന്ന ചില അനുയായികൾ. ആ മുറിയിൽ ശരിക്കുമൊരു സംഘർഷം നിറഞ്ഞുനിന്നു. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് തുടങ്ങിയത് വലിയ ശബ്ദത്തിലേക്കും തർക്കത്തിലേക്കും വളർന്നു. ആ ബഹളത്തിനിടയിൽ പ്രവാചകന്റെ വാക്കുകൾ ആരും കേട്ടില്ല. അത് മുങ്ങിപ്പോയി. ഒടുവിൽ വളരെ വേദനയോടെ അദ്ദേഹം എല്ലാവരോടും പുറത്തുപോകാൻ ആവശ്യപ്പെട്ടു. ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരുന്ന ആ വാക്കുകൾ അങ്ങനെ രേഖപ്പെടുത്താതെ പോയി. അപ്പോ ഈ തർക്കത്തിന് വെറുമൊരു വാക്കുതർക്കത്തിനപ്പുറം വലിയ ഒരു പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? പ്രവാചകന്റെ കൽപ്പനകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രവാചകനോടുള്ള അനുസരണയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം അതാണ് ഈ ഖുർആൻ വചനം വ്യക്തമാക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് നൽകിയതെന്താണോ അത് സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയതെന്താണോ അത് ഒഴിവാക്കുക. വളരെ വ്യക്തമായൊരു നിർദ്ദേശം അല്ലേ? ഇനി പ്രവാചകന്റെ വാക്കുകളുടെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കുന്ന മറ്റൊരു വചനം നോക്കാം. അദ്ദേഹം സംസാരിക്കുന്നത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ദൈവികമായ വെളിപാടുകളാണെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവും അവന്റെ ദൂതനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വിശ്വാസിക്ക് അതിൽ സ്വന്തമായിട്ടൊരു തെരഞ്ഞെടുപ്പില്ല. ഈ വചനം വളരെ ശക്തമായി നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ചു നോക്കൂ, അന്നുണ്ടായ ആ തർക്കത്തിന്റെ ഗൗരവം എത്ര വലുതായിരുന്നു എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലേ? അന്ന് എഴുതപ്പെടാതെ പോയ ആ വിൽപത്രം ശരിക്കും ഒരു വലിയ നഷ്ടമായിരുന്നോ? വഴിതെറ്റലിൽ നിന്നുള്ളൊരു സംരക്ഷണമെന്ന് പ്രവാചകൻ തന്നെ വിശേഷിപ്പിച്ച ആ മാർഗനിർദ്ദേശം അതെന്തായിരുന്നു? അപ്പോ പ്രവാചകൻ അന്ന് എഴുതാൻ ഉദ്ദേശിച്ച ആ മാർഗനിർദ്ദേശങ്ങളുണ്ടല്ലോ, അതടങ്ങിയ ഒരു രേഖയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ആ രേഖ വിശുദ്ധ വിൽപത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിൽപത്രത്തിന്റെ പ്രധാന ഉള്ളടക്കം ഇതായിരുന്നു. അലി ഇബ്ന് അബി താലിബിൽ തുടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളായ ഹസൻ, ഹുസൈൻ, അങ്ങനെ നീളുന്ന 12 ഇമാമുകളുടെ ഒരു നിയുക്ത പരമ്പര. നമ്മൾ ഈ ചർച്ചയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതിലെ ആദ്യത്തെ 4 പേർക്കാണ്. അപ്പോ ഈ വിൽപത്രത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു വെറും നിർദ്ദേശം മാത്രമായിരുന്നില്ല, മറിച്ച് സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്കുള്ള ഒരു ഔദ്യോഗികമായ നിയമനം തന്നെയായിരുന്നു അത്. ശരി, ഇനി നമുക്ക് ആ വിൽപത്രത്തിൽ നിന്ന് അതിൽ പേരുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാം. ആ പരമ്പരയിലെ 4ാമത്തെ കണ്ണ്, ആ വലിയ പൈതൃകം തന്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാം. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശുദ്ധ വിൽപത്രത്തിൽ പേരുള്ള 4ാമത്തെ പിൻഗാമി. ഈയൊരു സ്ഥാനം അദ്ദേഹത്തെ ചരിത്രത്തിലെ ആ നിർണായക നിമിഷവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കൂടുതലായും അറിയപ്പെട്ടത് സൈനുൽ ആബിദീൻ എന്ന പേരിലായിരുന്നു. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? ആരാധകരുടെ അലങ്കാരം. കാരണം ആരാധനയിലൂടെ ദൈവവുമായി ഉണ്ടായിരുന്ന ആഴത്തിലുള്ള ബന്ധം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ നിർവചിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകൾ തന്നെയൊന്ന് കേട്ടുനോക്കൂ. പ്രാർത്ഥനയ്ക്കു മുമ്പ് ശരീരം വിറയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കാൻ പോകുന്നതെന്നും ആരോടാണ് മന്ത്രിക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ മറുപടി തന്നെ ധാരാളം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന് അദ്ദേഹം നേരിട്ട് സാക്ഷിയായി. ആ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ സന്ദേശം എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം. കർബലയിലെ ആ കൂട്ടക്കൊലയ്ക്ക് ശേഷം അദ്ദേഹം അനുഭവിച്ച കഠിനമായ യാത്രയുടെ ഓരോ ഘട്ടങ്ങളാണിത്. കഠിനമായ രോഗിയായി കർബലയിൽ, പിന്നീട് തടവുകാരനായി, അവസാനം ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ വരെ എത്തിപ്പെട്ടു.
ഇത്രയും കഠിന പരീക്ഷണങ്ങൾക്കിടയിലും തന്റെ വാക്കുകളിലൂടെ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം മദീനയിലെ തിരിച്ചെത്തിയതിനുശേഷം ഇമാം തന്റെ ഊർജം മുഴുവൻ പ്രാർത്ഥനയിലേക്കും ആളുകളെ പഠിപ്പിക്കുന്നതിലേക്കും തിരിച്ചുവിട്ടു. അതോടൊപ്പം കർബലയുടെ ഓർമ്മകളെ നിശബ്ദമായി പക്ഷെ ശക്തമായി അദ്ദേഹം സജീവമാക്കി നിർത്തി. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശരിക്കും പല തലങ്ങളിലായിരുന്നു. ആ സ്വഹീഫത്തുസ് സജ്ജാദിയ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ ഒരു വലിയ സമാഹാരമുണ്ട്. അതോടൊപ്പം ഒരു മുസ്ലിമിന്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമാക്കുന്ന ഒരു പ്രബന്ധം, പിന്നെ കർബലയുടെ സന്ദേശം ആളുകൾ മറന്നുപോകാതെ അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അറിവിലൂടെയും ആത്മീയതയിലൂടെയും അദ്ദേഹം തന്റെ സമൂഹത്തെ നയിച്ചു. എതിരാളികൾ പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈയൊരു ജനപ്രീതിയും സ്വാധീനവുമെല്ലാം അന്നത്തെ ഭരണാധികാരികളായ ഉമ്മയ്യദ് രാജവംശം ഒരു ഭീഷണിയായിട്ടാണ് കണ്ടത്. ഒടുവിൽ അത് അദ്ദേഹത്തിന് വിഷം നൽകി രക്തസാക്ഷിയാക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചു. അപ്പോ അവസാനമായി നമുക്കീ ഒരു ചോദ്യം സ്വയം ചോദിക്കാം. എങ്ങനെയാണ് ഭക്തിയും പ്രാർത്ഥനയും അനീതിക്കെതിരായ ശക്തവും എന്നാൽ നിശബ്ദവുമായ ഒരു ചെറുത്തുനിൽപ്പായി മാറുന്നത്? ഇമാം സൈനുലാബിദീന്റെ ജീവിതം ഒരുപക്ഷേ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നുണ്ടാവാം. നമ്മളെല്ലാവരും കണ്ടെത്തേണ്ട ഒരു ഉത്തരം.